ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയുടെ അച്ഛൻ വേണു ടൗണിൽ കണ്ണായ സ്ഥലത്ത് കുറേ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടെന്നും അവിടെ അനാമികയ്ക്കും അതുപോലെ എനിക്കും കൂടി വലിയൊരു വീട് വെക്കാനാണെന്നും ഒക്കെ വാചകടിച്ചിരിക്കുക. നേരത്തെ തന്നെ അനന്തപുരിയിലുള്ളവരെ എല്ലാവരെയും കൊണ്ടുപോയി ആ പ്ലോട്ടൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തതാ. അപ്പോൾ ഈ കള്ളത്തരങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങുകയാണ് ഇനി നമ്മുടെ ദേവയാനി. അങ്ങനെ ദേവയാനി പ്ലാൻ ചെയ്ത് ആ സ്ഥലം ഒന്നുകൂടി കൊണ്ട് കാണിക്കാൻ പറയുക. അങ്ങനെ അനാമികയും വേണുവും രേവതിയും കൂടെ പ്ലാൻ ചെയ്ത് ആ പ്ലോട്ട് വീണ്ടും കൊണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ദേവയാനിക്ക് കാര്യങ്ങൾ പിടികിട്ടുകയാണ് കേട്ടോ. ഇത് ഇവർ വാങ്ങിയതൊന്നും ആയിരിക്കില്ല, മറ്റാരുടെയെങ്കിലും പ്ലോട്ട് കൊണ്ട് കാണിക്കുന്നതായിരിക്കുമെന്ന്. അങ്ങനെയുള്ള സംശയം ഇരിക്കുമ്പോഴാണ് വേണു പറയുന്നത് ഒരു അമേരിക്കക്കാരുടെ പ്ലോട്ടാണെന്നൊക്കെ. അതിനുശേഷം തേട കിടക്കുന്നു അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അനന്തപുരിയിൽ എത്തുകയാണ്, ദേവയാനിയുടെയും അതുപോലെ മൂർത്തി മുത്തശ്ശൻ്റെയും ഒക്കെ മുമ്പിൽ. എന്നിട്ട് ആ അച്ചായൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ പ്ലോട്ടാണ്, വേണു വാങ്ങിയതൊന്നുമല്ല, വേണു വെറും ഫ്രോഡാണെന്നുള്ള കാര്യം പറയുകയാണ് അവിടെ വിളിച്ച്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമികയും വേണുവും രേവതിയും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പറയുന്ന കേട്ടില്ലേ അവർക്ക് എന്തിൻ്റെ കേടാന്നറിയത്തില്ല. ആ നയന അവളാ ഇതെല്ലാം ഒപ്പിച്ച് വച്ചിരിക്കുന്നത്. ഈ സ്ഥലം വന്ന് നോക്കാൻ പറഞ്ഞ് വല്യമ്മ ഇളക്കിയിരിക്കുന്നത് ആ നയനയാണ്. അവളുടെ കളിയാണ് ഇതൊക്കെ എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വേണു പറയാണ്, എന്ത് കളിയെങ്കിലും കളിക്കട്ടെ മോളെ, നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത് എന്താ, അവിടെ കുറച്ച് ആൾ പിടിച്ച് നിൽക്കണം, അവിടുന്ന് കുറേ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കി മോളിങ്ങ് പോരുമല്ലേ, അല്ലാതെ അവിടെ സ്ഥിരതാമസത്തിനൊന്നും അല്ലല്ലോ, പിന്നെ അവളുമാരെന്ത് കളിച്ചാലും നമുക്കിപ്പോൾ എന്താ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രേവതിയും പറയാ, ശരിയാ എൻ്റെ മനുഷ്യ, പക്ഷേ എങ്ങനെയാ ഇവരിത് കണ്ടുപിടിച്ചാലോ നമ്മുടെ സ്ഥലമല്ല ആ അച്ചായൻ്റെ സ്ഥലമാണെന്നുള്ള കാര്യം. എന്തായാലും ഇനിയിപ്പോൾ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് അവർ ചോദിച്ചപ്പം ഒരു അമേരിക്കക്കാരാണ്, അവർ നാട്ടിലില്ലാത്തത് കൊണ്ട് ആ സ്ഥലം വിറ്റപ്പോൾ ഞാൻ വാങ്ങിയതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇതിപ്പോൾ അവിടെ നമ്മുടെ സ്ഥലമല്ലെന്ന് അവരെങ്ങനെ മനസ്സിലാക്കാനാ, അവർക്കൊരു സംശയവും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ അനാമിക പറയാ, അതൊക്കെ തോന്നല, ആ നയനയല്ലേ വല്യമ്മയുടെ കൂടെ നിൽക്കുന്നത്, അവൾ പറഞ്ഞ് തിരിച്ചു കൊടുക്കും, അവൾ എങ്ങനെയെങ്കിലും ആ കള്ളത്തരം കണ്ടുപിടിക്കും. അത് തന്നെയല്ല അച്ഛാ, നമ്മളവിടെ വലിയ കൊട്ടാരം പോലത്തെ വീട് വയ്ക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇനി നടക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, എങ്ങനെ നടക്കാനാ മോളെ, അതൊന്നും നടക്കാൻ പോകുന്നില്ല, വെല്ലോറേ സ്ഥലത്ത് നമുക്ക് വീട് വയ്ക്കാൻ പറ്റുമോ, അതുമല്ല കോടികളുടെ വീട് വയ്ക്കാനുള്ള പണം നമ്മുടെ കയ്യിലെങ്ങാനും ഉണ്ടോ. പിന്നെ ഒരു കാര്യം, ദേവയാനി പറഞ്ഞത് നമ്മളെ വീട് വയ്ക്കാൻ സഹായിക്കാമെന്നാ, എനിക്കും നിനക്കും താമസിക്കാനായിട്ട് വലിയൊരു വീട് വയ്ക്കാൻ അവരുടെ കയ്യിൽ നിന്ന് സഹായം ഉണ്ടാവുമെന്നാ. അങ്ങനെ ഒരു സഹായം ഉണ്ടാവുമെങ്കിൽ അതങ്ങ് വാങ്ങിച്ചെടുത്തിട്ട് നമുക്ക് ഈ പണിയങ്ങ് അവസാനിപ്പിക്കാമെന്നേ, നീ വിഷമിക്കാതിരിക്കുന്നേ, ഇതൊന്നൊക്കെ ശരിയാവുമെന്ന് പറയാം. അപ്പോൾ രേവതിയും പറയാം, എനിക്ക് ആകെപ്പാടെ ഒരു വെപ്രാളാകുന്നു, 100 കൂട്ടം കള്ളങ്ങളല്ലേ നമ്മളവിടെ പറഞ്ഞത്, ഇനിയിപ്പം സ്വർണം മോഷ്ടിച്ചത് നമ്മളാണെന്നെങ്ങാനും അവർക്ക് മനസ്സിലായി കാണുമോ. അപ്പം ഉടനെ വേണു പറയാം, മനസ്സിലായൊന്നും കാണില്ല, അത് പക്ഷേ മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ നമ്മുടെ മോള് നമുക്ക് തന്നു, നമ്മളത് കൊണ്ടുപോയി ആവശ്യം വന്നപ്പോൾ ഒന്ന് വിറ്റു എന്ന് വെച്ച് മോഷ്ടിച്ചതാണോ, അങ്ങനെയൊന്നും ദേവയാനി ചോദിച്ചില്ലല്ലോ എന്ന് പറയാം. അപ്പം അനാമിക പറഞ്ഞു, ആര് പറഞ്ഞച്ചാ, എന്നോട് അവർ ചോദിച്ചു, പല പ്രാവശ്യം കിള്ളി ചോദിച്ചു, ബാക്കി സ്വർണ്ണമൊക്കെ എവിടെ, അതൊക്കെ ഇങ്ങോട്ട് അതെടുത്ത് നമുക്ക് പുതിയത് വാങ്ങിക്കാം എന്നൊക്കെ. അപ്പം ഞാൻ ഒരു വിധത്തിലാണ് പറഞ്ഞത്, എനിക്ക് വേണ്ട, പുതിയ ആഭരണങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ സ്വർണ്ണമൊന്നും ഇട്ടുകൊണ്ട് നടക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അത് വെറുതെ മാറുന്നേന്ന്. അപ്പോഴും അവർ പറഞ്ഞു, മോളെ ആ സ്വർണ്ണം ഇങ്ങെടുക്ക്, അത് നമുക്ക് ലോക്കറിൽ കൊണ്ട് വയ്ക്കാം, എന്തിനാ വെറുതെ ഇവിടെ ലോക്കറിൽ വയ്ക്കുന്നത്, നമ്മുടെ ജ്വല്ലറി കൊണ്ട് വയ്ക്കാം, നമുക്ക് പേടിക്കുകയും വേണ്ടല്ലോ, അവിടെ ആകുമ്പോൾ അതിന് ഇൻഷുറൻസും ഉണ്ട്, അങ്ങനെ ആകുമ്പം ഒന്നും പേടിക്കാനില്ല, അതിങ്ങ് താന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് വലിയ തരാം, പക്ഷേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തടി തപ്പി നിന്നതാ, അല്ലാതെ അവർക്ക് എന്തോ സംശയം പോലെ ഉണ്ട് അച്ഛാ എന്ന് പറയാം. അപ്പോൾ വേണു പറയാ, അങ്ങനെ എന്തെങ്കിലും സംശയം പോലെ ഉണ്ടായാൽ പിന്നെ മോളെ ഒന്നും നോക്കണ്ട, നമ്മുടെ പദ്ധതികളെല്ലാം പാളിയെന്നങ്ങ് വിചാരിച്ചാൽ മതി,
അപ്പോൾ അനാമികയും പറയാം ശരിയാ, അല്ലേലും പദ്ധതികളെല്ലാം പാളിയ മട്ട് തന്നെയാ. ആ അനി അവനാണ് ഒരു സ്വസ്ഥതയും തരുന്നില്ല. കുറച്ച് നാൾ കൂടി സമാധാനത്തിൽ എല്ലാവരെയും സോപ്പിട്ട് നിന്ന് കുറച്ച് കാശ് കൈക്കലാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അവൻ ആ നന്ദൂൻ്റെ പുറകെയാ. ഇപ്പോഴാണെ കുടിച്ച് ലെക്ക് കെട്ട് ഇങ്ങനെ നന്ദു നന്ദു എന്ന് പറഞ്ഞ് നടക്കുക. അവൾ അങ്ങോട്ട് പോകുമ്പോൾ ആ പുറകെ പോകുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ ഈ പുറകെ പോകുന്നു. എനിക്കങ്ങ് നാണക്കേടായിട്ട് അനന്തപുരി നിൽക്കാൻ പറ്റുന്നില്ല. അവളെ തേടി അവൻ കഴിഞ്ഞ ദിവസം കുടിച്ചിട്ട് ലോക്കപ്പിൽ വരെ കിടന്നു. അവൾ അതിന്നിട്ട് പിന്നെ ആദശേട്ടനെയും നയനെയും വിളിച്ചിട്ടാ പറഞ്ഞു വിട്ടത്. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ മനുഷ്യന് വട്ടായാൽ എന്ത് ചെയ്യാനാ? ഒരു ചില്ലിക്കാശിനി അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ അവൻ്റെ അമ്മ, അവരെ വളച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം അവരുടെ കയ്യിൽ ഒരുപാട് സ്വത്തും പണമൊന്നും ഇല്ല. വല്യമ്മയായിരുന്നു എൻ്റെ ഏക ആശ്വാസം എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണു നേരാ. ആ ദേവയാനി അവർ നിൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നല്ല നേട്ടം ഉണ്ടായേനെ. നീ കല്യാണം കഴിച്ച് ചെന്നപ്പോൾ തന്നെ അവർ അത്രയും സ്വർണം നിൻ്റെ പേരിൽ തന്നുവല്ലേ. നമ്മളതൊക്കെ എടുത്ത് മറിച്ച് വിറ്റെങ്കിലും അത് നമുക്കൊരു ആദായമായതാ. പിന്നെയും നിനക്ക് സമ്മാനങ്ങൾ തന്നുകൊണ്ടിരുന്നതാ. ഇപ്പം ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ദേവയാനിയുടെ മനസ്സിൽ എന്തൊക്കെയോ കയറി കൂടിയിട്ടുണ്ട്. നമ്മൾ ചതിച്ചെന്നൊരു ബോധം എങ്ങാനും അവർക്ക് വന്നാൽ അവർ നമ്മളെ കോടതി കയറ്റും. അപ്പോൾ അനാമികയും പറയേ ശരിയാ, ആ നയന അവൾ ഒരുത്തിയാ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്. അവളും വല്യമ്മയും കൂടെ ഇഷ്ടമായ പിന്നെ എൻ്റെ കാര്യം പോക്കായെന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ പാലിലെങ്ങാനും വിഷം ചേർത്ത് കൊടുത്തതും കൂടെ അറിഞ്ഞ അവർ പിന്നെ ഇട്ടേക്കില്ല. ആ നയനയ്ക്കും അവളുടെ അനിയത്തിമാർക്കൊക്കെ ഈ വിവരം അറിയാം. പക്ഷേ എന്തുകൊണ്ടോ അവർ ദേവയാനിയോട് പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഇനി നമ്മൾ അകത്ത് കിടക്കും എന്നൊക്കെ അനാമിക പറയാം. എന്നിട്ട് അനാമിക പറയുന്നുണ്ട് കേട്ടോ, അതെ ഇപ്പോൾ ഒന്നും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. ഇനി എൻ്റെ അമ്മായിയമ്മയെ ഒന്ന് സോപ്പിടാന്ന് വെച്ചാൽ ആ ദരിദ്രവാസി തള്ളയുടെ കയ്യിൽ എന്താ ഉള്ളത്? എന്നാലും കുറച്ച് സ്വർണവും പണമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും എനിക്ക് തരുന്ന മട്ടൊന്നും കാണുന്നില്ല. പിന്നെ അനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവർ അനിയോട് പാട പൊരുതി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവരെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കിട്ടുന്നതായെന്നുള്ള രീതിയിൽ നിൽക്കാം. അല്ലാതെ ആ കിളവനും കിളവിയൊന്നും തരുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ആദർശിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ ഉടനെ തന്നെ രേവതിയും പറയാം ശരിയാ, ആ മൂർത്തി സാറും അതുപോലെ അവരും. എൻ്റെ പൊന്നെ, ആദർശം നയനയും എല്ലാ ആദർശനും നയനയ്ക്കും കൊടുക്കണമെന്നേ അവർക്കുള്ളൂ. നമുക്കൊരു വക കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുക. അപ്പം വേണു പറയുന്നുണ്ട് എൻ്റെ പൊന്നു രേവതി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. നമ്മുടെ മോൾ എന്തായാലും അവിടുന്ന് കുറേ പണവും സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങ് പോരുമല്ലേ. അല്ലാതെ അവൾ അവിടെ സ്ഥിരതാമസത്തിനൊന്നും പോവല്ലല്ലോ. ആ കിളവൻ്റെയും കിളവിയുടെയും മുമ്പിലൊന്നും അവരുടെ മുമ്പിൽ അടിമയെ പോലെയൊന്നും അവൾ നിൽക്കേണ്ടി വരികയല്ല. അവൾ വേറെ ആളെ കണ്ടു വച്ചിട്ടില്ലേ. അവിടുന്ന് കുറേയൊക്കെ നമുക്ക് ഒപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ മോളെ വേറൊരാളുടെ കൂടെ കെട്ടിച്ചു വിടണം. അല്ലാതെ അവളുടെ ജീവിതം ഇങ്ങനെ നിർത്തി നരകിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം ശരിയാ, എൻ്റെ മോളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുക. നിങ്ങളുണ്ടാക്കി വെച്ച കടം വീട്ടാനും നമുക്ക് സുഖമായിട്ട് ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ കഷ്ടപ്പെടുന്നത്. പക്ഷേ അവൾക്കൊരു ജീവിതം ഇല്ലാതെ പോവുമല്ലോ ആണല്ലോ. അവളാണെങ്കിൽ ഒരു ചെറുപ്പക്കാരിയല്ലേ. എത്രയും പെട്ടെന്ന് മോളുടെ വിവാഹം വേറൊരാളുടെ കൂടെ നമുക്ക് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുമോ അതൊക്കെ പതുക്കെ മതിയെന്നേ, എല്ലാം സെറ്റല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ പ്ലാനുകളെല്ലാം വിജയിപ്പിക്കണം. പിന്നെ അതുമാത്രമല്ല, ഉടനെ ഞാൻ അനിക്ക് ഡിവോഴ്സ് കൊടുക്കാത്തതിന് വേറെയും കാരണങ്ങളുണ്ട്. ഞാൻ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ നോക്കിയിരിക്കും അവൻ നന്ദുവിനെ കെട്ടാൻ. അവളുടെ ചേച്ചിമാരും അതിനായിട്ട് തന്നെ ശ്രമിക്കും. അത് നടക്കില്ല. നന്ദുവും മനിയും കൂടെ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. അത് ഞാൻ അനുവദിക്കില്ല എന്ന് അനാമിക അങ്ങ് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അബി ഓഫീസിലേക്ക് പോകാനായിട്ടൊക്കെ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ അബിയുടെ അടുത്തേക്ക് നവ്യ വരിക. നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അബി നീ ഓഫീസിലേക്ക് പോവാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എന്താ നവ്യേ നീ ഇപ്പം എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ എന്നും പോകുന്നതല്ലേ. അല്ല, ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം പോയപ്പം എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ട് നീ നിർത്തിയിരുന്നല്ലോ. ഇന്നിപ്പം ഞാനിവിടെ ഇരുന്ന് ഇനി ഇങ്ങനെ അങ്ങ് ബോറടിക്കും. ആരോടാ ഒന്ന് സംസാരിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ ആരോടും സംസാരിക്കാറില്ല എന്ന് പറയുക. അപ്പം അബി പറയാ, അതിന് നിനക്ക് എൻ്റെ അമ്മയോട് സംസാരിച്ചൂടെ? അല്ലെങ്കിൽ പിന്നെ ചെറിയമ്മയില്ലേ, അവരോട് സംസാരിച്ചൂടെ? നിനക്കിപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആദർശിനോടും നയനിയോടും അല്ലേ. അവരോട് സംസാരിക്കണ്ട. അപ്പം നവ്യ പറയാണ്, എനിക്ക് അവരോട് മാത്രമല്ല നല്ല ദേഷ്യമുണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും. എനിക്ക് അവരോട് നല്ല ദേഷ്യമാണ്. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് ആദർശിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിരിക്കുക. ഒരു കുഞ്ഞിനെ അവിഹിതമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനൊന്നും അവർക്ക് കുഴപ്പമില്ല. നയനിയുടെ ജീവിതത്തെക്കുറിച്ചൊന്നും അവരൊന്നും ആലോചിച്ചതുമില്ല. എന്നിട്ടും നീ കുറച്ച് സ്വർണം ബില്ലില്ലാതെ ഒന്ന് വിറ്റു.
അതുകൊണ്ട് നഷ്ടമൊന്നും ഒരുപാട് ഉണ്ടായിട്ടില്ലല്ലോ. ലാഭം തന്നെയല്ലേ നമ്മുടെ ജ്വല്ലറിക്ക് ഉണ്ടാവുക, കൂടുതൽ സെയിലും നടക്കും. അങ്ങനെ ഉണ്ടായിട്ട് നിന്നെ കുറ്റപ്പെടുത്തല്ലേ ചെയ്തത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവരോട് നല്ല ദേഷ്യമാണ് ചെയ്യുന്നത്. അല്ലേലും നിന്നെക്കാളും മറ്റുള്ളവരെക്കാളും എല്ലാം ആദർശിനെയാ അവർക്ക് ഇഷ്ടം എന്ന് പറയാണ്. അപ്പം അഭി പറയാം, അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. അല്ലേലും ഞാൻ ദത്തെടുത്ത് ജലജയുടെ മോനല്ലേ. അതിൻ്റെ ഒരു വേർതിരിവ് എന്നോടും എൻ്റെ അമ്മയോടും ഒക്കെ കാണും. അതാ ഇവിടെ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത്. പാവ എൻ്റെ അമ്മ ഒരുപാട് തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കള്ളിയായിട്ടും മോശക്കാരിയായിട്ടും ഒക്കെ ഈ വീട്ടിലുള്ളവരെല്ലാം എൻ്റെ അമ്മയെ തിരിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അതിപ്പം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ. അപ്പം നവ്യ പറയാം, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നിന്റെ അമ്മയുടെ പുരാണങ്ങളൊന്നും ഇവിടെ വിളമ്പണ്ട. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ അമ്മ അങ്ങനെ ആരും വേർതിരിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ കയ്യിലിരിപ്പും അത് തന്നെയാണ്, എനിക്കറിയാം എന്ന് പറയുമ്പം അഭി അങ്ങ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ജലജയെക്കുറിച്ച്. ആ അതൊക്കെ നീ വിട്, ഞാൻ എന്തായാലും ഓഫീസിലോട്ട് ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ നവ്യ പറയാം, എന്നാലും അഭി അമ്മയും അച്ഛനും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് എനിക്ക് നന്ദാവനത്തിലോട്ട് ഇനി പോകാനും തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ എടുത്ത് നന്ദാവനത്തിൽ പോയി അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഒപ്പം നിൽക്കാമായിരുന്നു എന്ന് പറയാം. അപ്പം അഭി പറയുന്നുണ്ട്, അത് നേരാ, നിൻ്റെ അമ്മയും അച്ഛനും എന്തോ എന്നോടൊരു മോശമായ രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം അവർക്കുണ്ടോ? അവരും ആദർശിനെയാണെന്ന് തോന്നുന്നു സപ്പോർട്ട് ചെയ്യുന്നത്. ആ എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും? വീടൊക്കെ എടുത്തു കൊടുത്തത് ആദർശല്ലേ. ഇനി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടമായാലോ എന്ന് നിൻ്റെ അമ്മയ്ക്കും അച്ഛനും പേടിയുണ്ടായിരിക്കും. അപ്പം നവ്യ പറയാം, ഏയ് അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അവരങ്ങനെ സ്വത്തും ധനവും ഒന്നും മോഹിച്ച് ജീവിക്കുന്നവരുമല്ല. അതൊന്നും ആയിരിക്കുകയല്ല അവർക്ക് അങ്ങനെയൊക്കെ തോന്നാൻ കാരണം. നയന പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും കുത്തിത്തിരിപ്പുകൾ. അവൾ പറഞ്ഞിട്ടുണ്ടാവും ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മറ്റുള്ളവരെല്ലാം കൂടെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നതാണ്, നീയാണ് കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാ അമ്മയും അച്ഛനും അങ്ങനെ പെരുമാറിയത്. അപ്പം ആദർശ് പറയാ, അങ്ങനെയാണേലും അവർക്ക് കാര്യങ്ങൾ അറിയാമല്ലോ, പിന്നെ എന്തിനാ അവരങ്ങനെ പെരുമാറുന്നത്? എനിക്കത് വളരെ മോശമായിട്ട് അങ്ങ് തോന്നി. എന്നെ അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോഴേക്കും നവ്യ പറയാ, പിന്നെ ഒരു കാര്യമുണ്ട്, നന്ദു അവൾ SI ആയില്ലേ. അവൾ പല കാര്യങ്ങളും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അവളും പറഞ്ഞിട്ടുണ്ടാവും ആദർശേട്ടൻ തെറ്റ് ചെയ്തില്ലെന്ന്. അല്ല, അവൾ അങ്ങനെ തന്നെയാ പറയുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാ പറയുന്നത്. ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വേറെന്തോ കാരണം കൊണ്ടാണത്രേ ആദർശേട്ടൻ്റെ തലയിൽ ഇങ്ങനൊരു കുറ്റം വന്ന് വീണത്. അപ്പം അഭി പറയാ, വേറെന്ത് കാരണം? അങ്ങനെ വേറൊരു കാരണമൊന്നും ഇല്ലെന്ന് അവിയെ. എനിക്കറിയാം കാര്യങ്ങൾ. ഞാനും കൂടിയല്ലേ അന്ന് അനഘയുടെ വീട്ടിൽ പോയത്. അപ്പോൾ അവിടെ ആദർശൻ്റെ അനഘയുടെയും ഫോട്ടോ ഇരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുപോലെ അവിടെ കൂടി ഇരുന്ന അനഘയുടെ ബന്ധുക്കളെല്ലാവരും പറഞ്ഞു ആദർശൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന്. ഇനി അതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? മുത്തശ്ശനും കേട്ടതാ. മുത്തശ്ശൻ ഒരക്ഷരം മിണ്ടാതെ ചന്തുമോളെ കൂട്ടിക്കൊണ്ട് വന്നു. ആ കൊച്ച് ആദർശൻ്റെ കയ്യെ ചെന്ന് പിടിച്ചിട്ട് അച്ഛാന്ന് പല പ്രാവശ്യം വിളിച്ചു. അപ്പോഴാ മുത്തശ്ശൻ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴി ഞാൻ പറഞ്ഞതാ, ഞാൻ ഏറ്റെടുത്തോളാം കുഞ്ഞിൻ്റെ പിതൃത്വന്ന്. കാരണം ഞാനൊരു കുറ്റക്കാരനാണല്ലോ, അല്ലേലും എല്ലാവരുടെയും മുമ്പിൽ മോശക്കാരൻ. നല്ല പ്രതീതിയുള്ള ആദർശം നല്ലവനായിട്ട് തന്നെ നിൽക്കട്ടെ. ഇനി മോശക്കാരനായ അത് അനന്തപുരിക്കും മൂർത്തീസ് ജ്വല്ലറിക്കും എല്ലാം മോശമാവില്ലേന്ന് വെച്ച് ഞാൻ പറഞ്ഞതാ ഞാൻ ഏറ്റെടുക്കാന്ന്. പക്ഷെ ആദർശും അതുപോലെ മുത്തശ്ശനും സമ്മതിച്ചില്ല. മുത്തശ്ശൻ പറഞ്ഞു, നീ അങ്ങനെ ചെയ്യാത്ത കുറ്റമൊന്നും ഏറ്റെടുക്കാൻ പോകണ്ട. ആദർശിൻ്റെ കുഞ്ഞാണെങ്കിൽ അവൻ്റെ കുഞ്ഞായിട്ട് തന്നെ അനന്തപുരി വളർന്നാൽ മതി, അല്ലാതെ നീ ഏറ്റെടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടാ. അപ്പം നവ്യ പറയാ, നീ ഏറ്റെടുക്കാമെന്ന് നന്നായി, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇപ്പം നിന്നെ ഇവിടെ ഇട്ട് കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തേനെ. അല്ലെങ്കിൽ നീ എന്തിനാ കണ്ടവൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല അഭി എന്ന് പറയാം. അപ്പോൾ അബി എല്ലാം കൊണ്ട് ജയിച്ചല്ലോ. അബി അന്നേരത്തേക്കും പറയാണ്, എന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോവാം, നീ ടെൻഷൻ അടിക്കാതെ മോനുമായിട്ട് ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കാൻ നോക്ക് കേട്ടോ നവ്യെ എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നുണ്ട്. പക്ഷെ നവ്യയുടെ മനസ്സിൽ മുഴുവൻ കുശുമ്പും കുഞ്ഞായ്മ എല്ലാം കയറിയിരിക്കുകയാണ് കേട്ടോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ ആദർശിനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് ചിന്തിച്ചുകൊണ്ട് നവ്യ നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവയാനി നയനയോട് സംസാരിക്കുകയാണ് കേട്ടോ. നയനയോട് പറയുന്നുണ്ട്, അനാമിക അവളും വേണുവും രേവതിയും എല്ലാം കൂടി നമ്മളെ പറ്റിക്കുകയായിരുന്നു, അല്ലാതെ അവരുടെ സ്ഥലമൊന്നും അല്ലെന്ന് പറയാം. അപ്പം നയനയും പറയാം, ശരിയാ, അത് ഉറപ്പല്ലേ, അവരുടെ സ്ഥലമല്ലത്, അവർ വെറുതെ കൊണ്ട് കാണിക്കുന്ന. എന്നിട്ട് ഉടമസ്ഥൻ ആരായിരുന്നെന്ന് ചോദിച്ചപ്പം അവർ അമേരിക്കയിലാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ഇതൊക്കെ കള്ളത്തരമാണ്, അവിടെ വീട് വയ്ക്കാനൊന്നും പോകുന്നെന്ന് തോന്നുന്നില്ലെന്ന് പറയാം.
അപ്പോൾ രേവതി ഉടനെ തന്നെ പറയാണ് ദേവയാനിയും കേട്ടോ, അത് നേര് തന്നെയാണ്, അവരുടെ മുഖത്തുനിന്ന് തന്നെ ഞാൻ കള്ളത്തരം വായിച്ചെടുത്തു. ഈ അനാമികയുടെ വീട്ടുകാർക്ക് വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, വെറുതെ കിടന്ന് പറയുന്നതാ. ഇന്നും അവർ പറയുന്നത് കേട്ടില്ലേ, അനന്തപുരിയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ നല്ല സാമ്പത്തികമൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്നാണ്, ഏകദേശം ആ ഒപ്പമൊക്കെ നിൽക്കാൻ പറ്റുന്നവരാണെന്നൊക്കെ. അതൊക്കെ വെറുതെ ഒരു പൊങ്ങച്ചം പറച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നയനിയും പറയാം, അത് ശരിയാ, ആദർശേട്ടൻ വിവാഹത്തിൻ്റെ ആ ഇട തന്നെ പറഞ്ഞിരുന്നു, വിവാഹ മണ്ഡപത്തിൽ ഒരു പലിശക്കാരൻ എത്തുകയും പലിശ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വിവാഹം വരെ ഞാൻ മുടക്കുമെന്നും ഒക്കെ പറഞ്ഞെന്ന്. അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമായപ്പം ആദർശേട്ടനാണ് അത്രേ അയാൾക്ക് പണം കൊടുത്ത് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ആ വിവാഹം ഒന്ന് മുടങ്ങിപ്പോയേനേന്ന് ആദർശേട്ടൻ പറഞ്ഞു. അങ്ങനെ പല രീതിയിലും അവർ ചെയ്തതൊന്നും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. അത് നേരാ എന്ന് ദേവയാനി പറയാം. അന്നൊരു കാറ് കൊണ്ടുവന്നല്ലോ, എനിക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ച് എന്തൊരു പ്രഹസനമായിരുന്നു. എന്നിട്ട് പിന്നെ അതെവിടെ പോയി? പിന്നെ ആ കാറ് കണ്ടിട്ടില്ല. അനിയോട് ഞാൻ ചോദിച്ചപ്പം അവനും അത് കണ്ടിട്ടില്ല. അവനും പറഞ്ഞു അത് വേറെ ആരുടെയെങ്കിലും കാറ് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നതായിരിക്കുമെന്ന്. വർക്ക്ഷോപ്പിൽ കയറ്റുവാണെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയിട്ട് പിന്നെ ആ വണ്ടിയുടെ അഡ്രസ്സ് പോലും ഇല്ല. എന്തൊരു കളിയാ അത്! ഇനി ഇവരുടെ എന്തെല്ലാം കള്ളത്തരങ്ങൾ പുറത്തു വരാനുണ്ടാവോ എന്ന് പറയണം. അപ്പം നയന പറയുന്നുണ്ട്, അതെ, അവൾ ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും. അവളുടെ ലക്ഷ്യം അനി പറയുന്നത് പോലെ സ്വത്തും പണവും തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പം പല കള്ളത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് മാത്രമല്ല, കൊലപാതക കേസിൽ വരെ ഇവർ പ്രതികളാവും. കാരണം അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കറിയോ, നന്ദുവിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതാ ഈ വേണുവും രേവതിയൊക്കെ. അയ്യോ, അത്രക്കാരായിരുന്നു അവർ. ഇത്തരം ഒരു ഫ്രോഡുകളാണോ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ ബന്ധുത്വം? അനി പറയുന്നത് പോലെ അനാമികയെ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നയന പറയാണ്, അതൊക്കെ നല്ലതാ, പക്ഷേ അനി നന്ദുവിൻ്റെ പുറകെ ഇപ്പം നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് അത്ര നന്നായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാ, ഒരിക്കലുമില്ല, ഞാൻ അവനോട് പറഞ്ഞ് ഞാൻ മടുത്തു. നന്ദു ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളാണ്. അവളുടെ ജീവിതവും അവളുടെ ജോലിയും ഒന്നും തകർക്കാൻ ഇവൻ പാടില്ല. ഇവൻ എന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പം നന്ദുവിനോടുള്ള പ്രേമം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അനാമികയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും. എന്തായാലും അനിയെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലാതെ ഇത് ശരിയല്ല. പക്ഷെ അനിക്ക് ചേർന്ന ഒരു ഭാര്യയൊന്നും അല്ല അനാമിക. അനാമികയും അനിയും കൂടെ ഇനിയും ഒന്നിച്ചു പോയാൽ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെ തന്നെയാവും എന്ന് പറയാണ് ദേവയാനി. അപ്പോൾ പറയുന്നുണ്ട് നയനിയും, അതൊക്കെ ശരിയാ, അനാമികയുടെ കള്ളത്തരങ്ങൾ ഇനി എന്തെല്ലാം പുറത്തു വരാനുണ്ടോ. നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട്, നന്ദുവിന് ഒരുപാട് പണി കൊടുത്തതാ അവർ. ട്രെയിനിങ് ക്യാമ്പിൽ വരെ ആ ട്രെയിനറെ സ്വാധീനിച്ച് നന്ദുവിനെ ഉപദ്രവിക്കാൻ പല രീതിയിൽ അവർ ശ്രമിച്ചു. അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് നന്ദു പറയുന്നുണ്ട് കേട്ടോ, അതിൻ്റെ പ്രതികാരം അവൾ തീർക്കും, ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടെത്തൂന്ന്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അനാമികയുടെ അച്ഛൻ വേണുവിൻ്റെ പേരിൽ ഒരുപാട് ഫ്രോഡ് കേസുകളുണ്ടെന്നും പണം തട്ടിപ്പ് കേസുകളുണ്ടെന്നും ഇതൊക്കെ സ്റ്റേഷനിൽ വെച്ച് ഇവക്ക് മനസ്സിലായതാണെന്നും ഒക്കെ. ഇനി എന്തൊക്കെയാണോ വരാനിരിക്കുന്നത്. എന്നാലും ഈ സ്ഥലത്തിൻ്റെ കാര്യം അത്ര പന്തിയല്ലെന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും നമുക്ക് സത്യം അറിയായിരിക്കും എന്ന് നയന പറയാ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് സത്യം അറിയാം, എന്തായാലും അവൾ നമ്മളെ പറ്റിച്ചതാണെങ്കിൽ ഞാൻ 4 വർത്തമാനം ആ വേണുവിൻ്റെ രേവതിയുടെയും മുഖത്ത് നോക്കി ഞാൻ പറയും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേ സമയമാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അച്ചായൻ വരുന്നത്. പഴയ അച്ചായൻ്റെ സ്ഥലം കൊണ്ട് കാണിച്ചാണല്ലോ വിവാഹം കഴിഞ്ഞും ഇതുപോലെ കണ്ണായ സ്ഥലമാണെന്നും അവിടെ വലിയ വീട് വെച്ച് അനാമികയ്ക്കും അനിക്കും കൂടി കൊടുക്കാൻ പോവാണെന്നും ഒക്കെ വേണു പറഞ്ഞത് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. എന്നിട്ട് അച്ചായനോട് പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് അനന്തപുരിക്കാരെ ഇതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല, അച്ചായനൊന്ന് ക്ഷമിക്കണം എന്ന് പറയാം. അപ്പോൾ ഉടനെ അച്ചായൻ പറയുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, നീ എൻ്റെ സ്ഥലം കൊണ്ട് കാണിച്ചാണ് ഇങ്ങനെ കാണിച്ചത്, ഞാൻ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാ, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, ഞാൻ ആലോചിക്കട്ടെ, അനന്തപുരിയിൽ നിന്ന് പണം കിട്ടുവാണെങ്കിൽ ഇതങ്ങ് വാങ്ങിയേക്കാമെന്ന് പറയുകയാണ് അച്ചായനോട്. ആ അച്ചായൻ അനന്തപുരിയിൽ എത്തുകയാണ് കേട്ടോ. അച്ചായൻ നേരെ കയറി വരിക, വന്നിട്ട് മൂർത്തി സാറേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് ജലജ ചെല്ലുക, ആരാന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, മൂർത്തി സാറിനെ ഒന്ന് കാണാൻ വന്നതാ, ഇവിടുത്തെ ദേവയാനി മേഡത്തിനെയും ഒന്ന് കാണണമെന്ന് പറയാം, വരൂ കയറിയിരിക്കൂ എന്നൊക്കെ ജലജ പറഞ്ഞിട്ട് മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ഇറങ്ങി വരികയാണ് കേട്ടോ. മുത്തശ്ശൻ ഇറങ്ങി വരുമ്പോഴേക്കും ഉടനെ അയാൾ ചോദിക്കുന്നുണ്ട്, അനാമിക മോൾ ഇവിടെ ഇല്ലേ? ആ വേണുവിൻ്റെ മോള് ഇവിടുത്തെ കൊച്ചുമോനല്ലേ ആ കുട്ടിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അത് തന്നെ, ഇവിടെ ഉണ്ടല്ലോ അനാമിക മോള്,
ജലജ നീ അനാമിക മോളെ വിളിക്ക് എന്ന് മുത്തശ്ശ പറയുക. അപ്പോൾ ജലജ പോയിട്ട് അനാമികയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അനാമിക അപ്പോഴേക്കും പെട്ടെന്ന് ഓടി ആരാ ഇനി അച്ഛനും അമ്മയും വല്ല സമ്മാനവുമായിട്ട് വന്നതാണോ എന്നൊക്കെ ഓർത്തിട്ട് ഓടിക്കിതച്ച് വരുമ്പോൾ കാണുന്നത് അച്ചായനെയാണ് കേട്ടോ. അവിടെ നിന്നു പോവാണ് അനാമിക. അപ്പോൾ അച്ചായൻ പറയാണ്, ആ മോളെ എൻ്റെ കൊച്ചേ, നിൻ്റെ അച്ഛൻ വന്ന് ആ സ്ഥലം വാങ്ങിക്കോളാന്ന് എന്നോട് പറഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അനന്തപുരി എന്നുള്ള കുറച്ചു പേരെ കൊണ്ടുവന്ന് അവിടെ കാണിച്ചിരുന്നു. അതും വെറുതെയാണെന്ന് പറഞ്ഞു. പിന്നെ അനന്തപുരിക്കാർ വല്ലോ അത് വാങ്ങിക്കാൻ പ്ലാനുണ്ടോ? അന്ന് വേണു എന്നോട് പറഞ്ഞു ചിലപ്പോൾ അനന്തപുരിക്കാർ വാങ്ങിച്ചേക്കുമെന്ന്. ഇന്നലെ അവിടെ വന്നിട്ട് 2-3 പേര് വന്ന് കണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ സ്ഥലം നോക്കാൻ ഏൽപ്പിച്ച ആൾ എന്നെ വിളിച്ചറിയിച്ചിരുന്നു. വേണു ആണ് കൊണ്ടുവന്നതെന്നും അത് അനന്തപുരിയിലെ ദേവയാനിയും മരുമോളും ഒക്കെയാണ് വന്ന് കണ്ടതെന്നും പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും വന്ന് എൻ്റെ സ്ഥലം കാണുന്നുണ്ട്. അങ്ങനെ അനന്തപുരിക്കാർ വാങ്ങുവാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. 5-10 ലക്ഷം രൂപ ഞാൻ കുറച്ച് തരാം. എന്നാലും പേരും പെരുമയുള്ള ആൾക്കാരാണല്ലോ, പറ്റിക്കുകയും തട്ടിക്കുകയും ഒന്നും ചെയ്യേയില്ല. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എനിക്ക് മൂർത്തി സാറിനെ വന്ന് കാണുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ആ വേണു, ഈ കൊച്ചിൻ്റെ അച്ഛൻ, അയാളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അയാൾ ഒരു ഫ്രോഡാ. പലരെയും കൊണ്ടുവന്ന് എൻ്റെ സ്ഥലവും പലരുടെയും സ്ഥലവും കാണിച്ചിട്ട് സ്വന്തം സ്ഥലമാണെന്നൊക്കെ പറയും. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. വേണു എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, മൂർത്തി സാറിനെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾക്ക് ആ സ്ഥലം, ആ പ്ലോട്ട് വേണമെങ്കിൽ അത് വാങ്ങിച്ച് അവിടെ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം. നല്ല കണ്ണായ സ്ഥലമല്ലേ, നല്ല വീട് വയ്ക്കാം. ഞാൻ വില കുറച്ചും തരാം. എനിക്ക് ആ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടണം എന്ന് പറയുക. അപ്പോൾ അന്തം വിട്ട് നിൽക്കുക അനാമിക. ആകെ മൊത്തം ചമ്മി അടിച്ച് കേട്ടോ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആ സ്ഥലം വേണു വാങ്ങിയതാണെന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അനാമിക മോൾക്കും എനിക്കും വീട് വെക്കാനായിട്ട്. അതിനാണല്ലോ ഇന്നലെ ദേവയാനിയെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചതെന്ന് പറയാം. അപ്പം അച്ചായൻ പറയാം, ഞാൻ നോണയൊന്നും പറയില്ല. ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ്സുകാരനൊന്നും അല്ലെങ്കിലും ഒരു ചെറിയ ബിസിനസ്സുകാരനാണ്. ഞാൻ എന്തിനാ നോണ പറയുന്നത്? ആ സ്ഥലം എൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. വേണു ഒന്നും അത് വാങ്ങിയിട്ടൊന്നുമില്ല. അല്ലേലും വേണു അത് വാങ്ങാനും പോകുന്നില്ല. തനി ഫ്രോഡാവൻ. പലരെയും കൊണ്ട് പലയിടത്തും പലതും കാണിച്ച് പറ്റിക്കുന്ന ടീം തന്നെയാണ്. എനിക്ക് വേണുവിനെ നന്നായിട്ടറിയാം. ഇവിടെ വേണുവിൻ്റെ മോളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണുവിനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൻ കള്ളനാ. പിന്നെ ഈ നിങ്ങളൊക്കെ വന്ന് കണ്ട സ്ഥിതിക്ക് ഇവിടെ ആ സ്ഥലക്കച്ചവടം നടക്കുമെന്നോർത്താണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അന്നേരം മുത്തശ്ശൻ പറയാണ്, ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. അനാമിക മോക്കും അതുപോലെ എനിക്കും കൂടി അവിടെ ഒരു വീട് വെച്ചാലോ എന്ന്. ഞങ്ങൾ അച്ചായനെ പിന്നെ വിളിക്കാം എന്ന് പറയാൻ. ശരി, മൂർത്തി സാറ് പറഞ്ഞാൽ പിന്നെ വിശ്വാസമാണ്, അല്ലാതെ ആ വേണുവിനെ വിശ്വസിക്കാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അച്ചായൻ അങ്ങ് പോവുക. അപ്പോഴേക്കും ദേവയാനി നോക്കുകയാണ് കേട്ടോ അനാമിക. എന്നിട്ട് പറയാം, എന്താ അനാമിക നീ പറഞ്ഞത്? നിന്റെ അച്ഛൻ വാങ്ങിയ സ്ഥലമാണെന്നല്ലേ പറഞ്ഞത്? എത്ര നാൾ ഞങ്ങളെ ഇത് കൊണ്ട് കാണിച്ച് പറ്റിച്ചു. ഇപ്പം അയാൾ വന്നപ്പം സത്യം പറയുന്ന കേട്ടില്ലേ? അപ്പോൾ അനാമിക പറയാം, അത് വല്യമ്മേ, അച്ഛൻ വാങ്ങാനിരുന്നതാണ്, പക്ഷേ വാങ്ങിയില്ല, വാങ്ങും എന്ന് പറയുകയാണ്. ശരി, ആയിക്കോട്ടെ എന്ന് ദേവയാനിയും പറയുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്